അപ്പോഴേ കൂട്ടുകാരെ, ഞങ്ങൾ കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ട്. അപ്പം ഞായറാഴ്ച ഞങ്ങളുടെ പരിപാടി ഇതേനെ. അപ്പം ചക്കയിൽ ചോറിൻ്റെ കൂടെ ഇച്ചിരി അവിയലിനെടുക്കണം. ബാക്കി നമ്മൾ വറ്റലിടാൻ വേണ്ടിയിട്ട് അപ്പം ഒരാൾ വറ്റലിനെ അരിഞ്ഞുകൊണ്ട് നിൽക്കും. വറ്റലിനെ ചെറുതായിട്ട് അരിയണം. അപ്പം ഞാൻ കറിക്ക് വേണ്ടിയിട്ട് അവിയലിനായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ചക്ക ഇനിയും ഉണ്ട് കേട്ടോ, അതേ മുറത്തിലിരിപ്പുണ്ട് ചക്ക. അപ്പം എല്ലാം അരിഞ്ഞെടുത്തിട്ട് വറ്റലിട്ട് കാണിച്ചു തരാം കേട്ടോ. വറ്റൽ പരിവായിട്ടുണ്ട്. ഇത് ഒരു സ്റ്റെപ്പ് എടുത്തതേ ഉള്ളൂ, ബാക്കി ഇതേ അടുപ്പിൽ കിടക്കും. ഇനി ഫുള്ളാക്കിയിട്ട് കാണിച്ചു തരാം കൂട്ടുകാർ. ഇതൊന്നും ആയിട്ടില്ല കേട്ടോ. എൻ്റെ പണി കഴിഞ്ഞു കൂട്ടുകാരെ. ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മണിക്കൂറാവുന്നു. അതായത് ഇത് അരിയാനായിട്ട് ഇതുണ്ടാക്കാനായിട്ട് നിന്നിട്ട് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പം ലാസ്റ്റ് കോരി മാറ്റുവാണ്. അപ്പോൾ ഇനി ഇത് ഡപ്പയിൽ അടച്ചു വയ്ക്കും ഞാൻ നാളെ. ഇനി ഡപ്പയൊക്കെ തട്ടിപ്പറക്കി അടയ്ക്കത്തുള്ളൂ. ഇതായിരുന്നു എൻ്റെ പണി. കാരണം ഇത് എന്നോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണേ. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കിപ്പം കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതൊക്കെ വളരെ എന്തായാലും ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും 1-2 എടുത്ത് കൊടുക്കും. പക്ഷെ അതിൻ്റെ അപ്പുറം കൂടുതലായിട്ട് ഓവറാക്കത്തില്ല. കാരണം എണ്ണയാണ്, പാം ഓയിലല്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണയല്ല ഉപയോഗിച്ചത്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആഗ്രഹിച്ചാൽ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നിന്ന് കാലിൽ വേരിറങ്ങി. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ ഞായറാഴ്ചത്തെ പരിപാടി. കാല് വേദനിക്കുന്നു, നടുവേദനിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മക്കൾ എനിക്ക് ഇരിക്കാൻ ചെയറൊക്കെ കൊണ്ടിട്ട് തന്നു, കുടിക്കാൻ വെള്ളമെല്ലാം കൊണ്ട് തന്നു. എല്ലാം തന്നിട്ട് അവരവരുടെ വഴിക്ക് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് മല്ലിപ്പൊടി, പൊടിച്ച മല്ലി ഉണ്ടായിരുന്നു, അത് വറുത്ത് വെച്ചു. മുളക് വറുത്ത് വെച്ചു. വറുത്തല്ല, ഇത് രണ്ടും ചൂടാക്കിയൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഞായറാഴ്ചത്തെ പരിപാടി ഇതായിരുന്നു. ഇനി ഇത് തണുത്തതിന് ശേഷം ഡപ്പയിലൊക്കെ അടച്ചു വയ്ക്കും. അപ്പം ഡപ്പയിൽ അടച്ചു വയ്ക്കണമെങ്കിൽ ഞാൻ കാണിക്കത്തില്ല. എപ്പോഴെങ്കിലും ഒരു കഴിക്കാനൊക്കെ എടുക്കുമല്ലോ യഥാർച്ചയായിട്ട് ചായ കുടിക്കുന്ന സമയത്ത്, അപ്പോഴും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇത് ഡപ്പയിലും കൂടെ അടയ്ക്കണേ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഡപ്പയുള്ള എവിടെ ഇരിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. ഇനി വല്ല ചാക്കിനകത്തൊക്കെ കിടക്കണേ ഡപ്പയെ കുപ്പിയൊക്കെ പുറക്കി കഴുകി വൃത്തിയാക്കിയിട്ട് അടയ്ക്കുക. അതുപോലെ ഞാൻ ഇത് അടച്ച് നല്ല ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് വച്ചിരിക്കും. കാരണം ഇത് കുയിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നു. ഇപ്പം എന്നെ ശബ്ദം കേൾക്കണം, കിലുകിലുകില് ഉണ്ട്. നല്ല കിലുകിലാൻ പെട്ടിയ പോലെ ശബ്ദം. ഓ ചൂടാടേ, ചൂട് ഭയങ്കര ചൂട്. ഇതുപോലെ പൊട്ടണം. ഇതുപോലെ കിലിക്കിലായിട്ട് നിൽക്കും. ഇതുപോലെ നല്ല മൊരിഞ്ഞ് നല്ല പൊട്ടും. അപ്പം ഞാൻ ഇന്നത്തെ പണി ഇതായിരുന്നു, എൻ്റെ സൺഡേ പരിപാടി കേട്ടോ. അപ്പം ഞാൻ വയ്ക്കാൻ പോകണം, തളർന്നുപോയി. അപ്പം നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. ഞാൻ വിയർത്ത് കുളിച്ചാണ് നിൽക്കണം. അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തിരിക്കണേ. ബായ്.